ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. സർ, എൻ്റെ ഹസ്ബൻഡിനൊരു പരാതിയുണ്ട്, ഞാൻ അവരെ സ്നേഹിക്കുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഞാൻ എങ്ങനെയാണ് അവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? അതുപോലെ തന്നെ തിരിച്ചും പലരും പറയാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ജീവിതത്തിൽ ഒരു വിവാഹം കഴിച്ച് അല്ലെങ്കിൽ പ്രണയമായിക്കോട്ടെ ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമുക്കറിയാവുന്ന നോളജൊക്കെ വെച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ടോക്കൊക്കെ നടത്തുമ്പോഴാണ് അത് മനസ്സിലാകാറുള്ളത്. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നമ്മൾ പ്രണയിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എങ്ങനെ നമുക്ക് സ്നേഹം കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്നേഹം എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എസ്പെഷ്യലി 5 മാർഗങ്ങളാണ് പറയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഒരു സ്നേഹം ലഭിക്കുകയും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, പറയുക, സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ടോപ്പിക്കിലോട്ട് വരാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ക്വാളിറ്റി ടൈം എന്ന് പറയുന്ന ഒരു സംഭവം റിലേഷൻഷിപ്പിൽ വേണം. അത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം? ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഡിജിറ്റൽ ഡിവൈസുകളും മാറ്റിവെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും 2 പേര് ആശയവിനിമയം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് 2 പേരുടെ കയ്യിലും ഫോൺ ഉണ്ടായിരിക്കും. 2 പേരും റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരു പ്രോപ്പർ ഐ കോണ്ടാക്റ്റ് കിട്ടുന്നില്ല, അല്ലേ? അവിടെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നില്ല, ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ആവുന്നില്ല. പരസ്പരം ആരോടോ പറയുന്ന പോലെ പറയുന്നു, ആരോ പറയുന്നത് കേൾക്കുന്ന പോലെ കേൾക്കുന്നു. അവിടെ ഭയങ്കര പ്രശ്നമാണ്. പ്രശ്നം മീൻസ് അപ്പോഴൊന്നും അറിയില്ല, കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇതൊക്കെ ചർച്ചയായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ വലിയ പ്രശ്നമായിരുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ മാക്സിമം ഇപ്പോൾ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, TV ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഗെയിം കളിക്കുന്ന സാധനങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും മിനിമം നമ്മുടെ പാർട്ട്ണറുടെ കൂടെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. നന്നായിട്ട് കേൾക്കൽ ഒരു തരത്തിലുള്ള സ്നേഹപ്രകടനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഒരാളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത്, അത് എസ്പെഷ്യലി ഇപ്പോൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് നന്നായിട്ടൊന്ന് കേൾക്കുക, അതിനൊന്ന് തലയാട്ടുക, അല്ലെങ്കിൽ അതിനൊന്ന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ ഒരാളിങ്ങനെ പറയുന്നുണ്ടായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വേറെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, എന്നിട്ട് പിന്നെയും എന്താ പറഞ്ഞു എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ലിസണിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ തന്നെ അതൊരു തരത്തിലുള്ള സ്നേഹപ്രകടനമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അത് റിലേഷൻഷിപ്പിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് കേൾക്കുക, നല്ല ഒരു ലിസണറായിട്ട് മാറുക. ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, അല്ലേ? ചിലപ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറാവാത്തത് കൊണ്ടായിരിക്കും അവരൊന്നും പറയാത്തത്. ഇപ്പോൾ പലപ്പോഴും മറ്റുള്ള അവിഹിത ബന്ധങ്ങളിലോട്ടൊക്കെ പോകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞത് നമ്മൾ അവൈലബിൾ ആവില്ല, നമ്മൾ നേരത്തിൽ കേൾക്കില്ല, നമ്മളടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളെ അടുത്തു നിന്ന് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ ചുറ്റും ആളുകൾ ഉണ്ടാവുമ്പോൾ അവിഹിത ബന്ധത്തിലോട്ടും മറ്റുള്ള റിലേഷൻഷിപ്പിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവുന്നത്. അത് പ്രണയത്തിലാണെങ്കിലും മാരീഡ് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നത് ഇതാണ്. അതുപോലെ തന്നെ ലവ് ഷോ ചെയ്യുന്നതിൻ്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത് അവരെ നന്നായിട്ട് നോട്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് അവരുടെ ഡ്രസ്സിങ് ഡെയിലി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവരുടെ ബ്യൂട്ടി, ഇപ്പോൾ നന്നായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോഡിയിലായിക്കോട്ടെ,
അപ്പോൾ അത് എടുത്ത് പറയുക, ഒന്നുകൂടി കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടി പറയുക. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നോട്ടീസ് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഷോ ഓഫ് ലവ് ആണ്. അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരോട് ഒരു അട്രാക്ഷൻ തോന്നും. കാരണം എന്നെ എൻ്റെ ഭർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കാമുകൻ നിരീക്ഷിക്കുന്നുണ്ട് എൻ്റെ ഓരോ കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബ്യൂട്ടി അല്ലെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഓരോ വ്യക്തികളുടെ മൂഡ് ഉണ്ടായിരിക്കും. ഓരോ ദിവസം ഓരോ മൂഡായിരിക്കും. ചില ദിവസം നല്ല എനർജിയിലായിരിക്കും, ചില ദിവസം എനർജറ്റിക് ആയിരിക്കില്ല. അപ്പോൾ മൂഡ് ഓഫ് ആവുന്ന സമയത്തൊക്കെ നിനക്ക് എന്താ പറ്റിയത് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഹൈ എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ഭയങ്കര ഹാപ്പി ആണല്ലോ, എന്തു പറ്റി, അങ്ങനെയും ചോദിക്കാം. ഏത് രീതിയിലാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ മാക്സിമം നമ്മൾ ചെയ്യുക. അവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതൊരു തരത്തിലുള്ള ഷോ ഓഫ് ലവ് ആണ് എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് ഗിവ് മീനിങ് ഫുൾ ഗിഫ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ നോർമലി എന്ത് ആനിവേഴ്സറി ഉണ്ടാവുകയാണെങ്കിലും അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്, ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണയാണ് അല്ലേ? ഇങ്ങനെയല്ലാതെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള രീതിയിൽ ഗിഫ്റ്റ് കൊടുക്കുക. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തി പോലും ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കുക, ആ വ്യക്തിയെ ഫസ്റ്റ് കണ്ട ദിവസം അത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ ആ വ്യക്തിയെ ഫസ്റ്റ് കിസ് ചെയ്ത ഡേ അത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് ഹഗ് ചെയ്ത ഡേ. അങ്ങനെ ആ വ്യക്തിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നണം, അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഡേ നമ്മൾ ഓർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഒക്കെ ഒരു കൈൻഡ്സ് ഓഫ് ലവ് ഷോ ചെയ്യലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റുകൾ കൊടുക്കുക, അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അഞ്ചാമതായിട്ട് പറയുന്നത് നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരെ അറിയിക്കുക, അല്ലെങ്കിൽ അവരത് അറിയണം. എങ്ങനെ? നിങ്ങളുടെ പ്രവർത്തികളിലൂടെയാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും കാര്യത്തിൽ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നേടുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ചെറിയ ചെറിയ സർവീസോ ഹെൽപ്പോ ആയിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേക ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹനം കൊടുക്കുക, എൻകറേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ലവ് ഷോ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്തത് 5 കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എൻ്റെ അടുത്തുനിന്ന് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു പരാതി ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പേഴ്സണൽ ഹെൽപ്പോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.